ടീമിനെയാൾക്കും വിളിക്കാം, അതേപോലെ തന്നെ ലീഡേഴ്സിനും വിളിക്കാൻ പറ്റുന്നത് തന്നെയാണ് കസ്റ്റമർ കെയർ. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും ആ സംശയങ്ങൾ പൂർണ്ണമായിട്ട് തീർത്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ബോധ്യം ഉറയ്ക്കുക. ആ ബോധ്യം വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് തുടങ്ങുള്ളൂ. അതല്ലാതെ എത്രത്തോളം സംശയങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ സംശയമെങ്കിലും നമ്മുടെ ഉള്ളിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഉന്തി കൊണ്ടുപോകാനോ മാത്രമേ ഈ വർക്ക് നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ സംശയം നിങ്ങളെ എപ്പോഴും ഇങ്ങനെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം നടക്കില്ല. ഈ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം നമ്മുടെ പ്രവൃത്തി അതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് സംബന്ധിച്ച് വിജയ് കാർഡ് ഇപ്പോൾ ഇത് 7ാം വർഷം എന്നുള്ളതാണ്. 2017 അവസാനം തുടങ്ങിയ ഇന്ത്യയിലെ ഒരു ട്രാവലിംഗ് ആണ്, ഒരു യാത്രയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിലുള്ളത്. അപ്പോൾ ഓരോ സമയത്തും നമ്മളെന്ന് വെച്ചാൽ കുറേ പരീക്ഷണങ്ങളിലൂടെ വന്നൊരു കമ്പനിയാണ് വിജയ് കാർഡ്. ഒരുപാട് പരീക്ഷണങ്ങളാണ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായത്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്ന് കൂടുതൽ പ്രൊഡക്റ്റ് കൂടുതൽ കൊണ്ടുവന്നപ്പോൾ അത് സർവീസ് അത് പ്രോപ്പറായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോറുകൾ കൂടുതൽ വന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലും വന്നപ്പോൾ അത് വലിയ സ്റ്റോറുകളാക്കാനും സൂപ്പർ സ്റ്റോറുകൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനും അതിന് വേണ്ടുന്ന സ്റ്റെപ്പ് എടുത്തു. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് രണ്ട് വശം ഉണ്ടാവും. അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടാവും, അതിനൊരു നെഗറ്റീവായിട്ടുള്ള വശം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാം, എങ്ങനെ അത് സോൾവ് ചെയ്ത് പോകാമെന്ന് ഓരോ സമയത്തും നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതിൻ്റെ ഭാഗമാണ് ഇന്ന് എത്തി നിൽക്കുന്ന ഭാഗം. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലാണെങ്കിലും 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, 3 ഓണേഴ്സ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ടായിരുന്നു. അവിടുന്ന് പോയിട്ട് ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ മാത്രം ഉടമസ്ഥത എന്ന് പറയുന്നതിലേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിജയ് കാർഡ് ആരംഭിച്ച കാലം തൊട്ട് 3 ഡയറക്ടേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട് എങ്കിലും സെയിൽസിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് എന്നുള്ള രീതിയിലാണ്. ബോബി സാറാണ് അതിൻ്റെ ഓണർഷിപ്പിൽ നിൽക്കുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ നിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ളതിൽ വന്നത് തന്നെ എല്ലാവരും അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അതേപോലെ സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഞാനതിനെ കാണുന്നു. അപ്പോൾ അത്രയും ഇതേപോലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന വേറൊരു കമ്പനി. പിന്നെ ഏത് സമയത്താണെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള രീതിയിൽ 3 പേര് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ അവിടെ പല കാര്യങ്ങളും ചിലപ്പോൾ അതിൻ്റെ യോജിച്ച് പോകാൻ പറ്റാത്ത പല അഭിപ്രായങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. അതിനനുസരിച്ച് നടത്തിപ്പിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലത് ഒഴിവാക്കപ്പെടേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു നമ്മൾ അനുഭവിച്ച ഒരു സമയത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പോലും ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രതിസന്ധിയാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ വരുന്ന കുറേ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റോറുകൾ നമ്മൾ കൊണ്ടുവന്നു. എന്തിനാണ് സ്റ്റോറുകൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 1.5-2 വർഷക്കാലമായിട്ട് പോലും സ്റ്റോറുകളിൽ നിന്ന് എടുക്കാത്ത പ്രൊഡക്റ്റുകൾ പല സ്റ്റോറുകളിലും ഉണ്ടായിട്ടുണ്ട്. ഒരു സ്റ്റോറിൽ നിന്ന് മാത്രം വന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത് 2000 ഇൻവോയ്സസ് ഒക്കെയാണ് ഒരു സ്റ്റോറിൽ നിന്ന് മാത്രം പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സ് എടുക്കാത്തത്. അപ്പോൾ പക്ഷേ 1 വർഷം മാത്രം എക്സ്പയറിയുള്ള പ്രൊഡക്റ്റുകൾ ഒരു സ്റ്റോറിൽ നിന്ന് എടുക്കാതിരുന്നാൽ അതെന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാം. നമ്മളതിനനുസരിച്ച് ഓരോ പ്രാവശ്യവും വരുന്ന പർച്ചേസിനനുസരിച്ച് ഓർഡർ ചെയ്യുകയും പ്രൊഡക്റ്റുകൾ വരുത്തുകയും ചെയ്യും. ആ പ്രൊഡക്റ്റ് എടുത്തു പോയില്ലെങ്കിൽ അത് എക്സ്പയറിയിലേക്ക് പോകും. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പേ വരെയുള്ള ഒരു കണക്ക് പ്രകാരം നമ്മൾ ഇതുപോലെ എക്സ്പയറി വന്ന് നശിപ്പിച്ച് കളഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,40,00,000 രൂപയുടെ അടുത്തുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ നശിപ്പിച്ച് കളയേണ്ടി വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയത്ത് എടുത്തുകൊണ്ട് പോകാത്തതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ സ്റ്റോർ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ സ്റ്റോറിൽ നിന്ന് വേഗം എടുത്തുകൊണ്ട് പോകാൻ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റോർ എന്ന് പറയുന്ന 2 ആസ്പെക്റ്റിൽ, ഒരു ആസ്പെക്റ്റിൽ നമുക്കത് പോസിറ്റീവാണ്, എടുക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് പോസിറ്റീവാണ്. അതേസമയം അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്ത ഇടങ്ങളിൽ അത് നമുക്ക് കമ്പനിയെ സംബന്ധിച്ച് അത് വലിയ നഷ്ടവുമാണ്, വലിയ തരത്തിലുള്ളൊരു ബാഡൻ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 23 വർഷത്തെ ഡയറക്റ്റ് സെല്ലിംഗ് എക്സ്പീരിയൻസ് ആണ്
എൻ്റേത് എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് ലീഡ് ചെയ്യുന്ന 20 വർഷമായിട്ടുള്ള കമ്പനികൾ പോലും ചില സ്റ്റോറുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ചെറിയ സ്റ്റോറുകൾ അല്ലെങ്കിൽ അതിന് വലിയ ഗാർഡൻ വരാത്ത, നഷ്ടസാധ്യതകളില്ലാത്ത രീതിയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട രീതിയിലാണ് മറ്റു ഏത് കമ്പനികൾ എടുത്ത് നോക്കിയാലും അവർ സ്റ്റോറുകൾ റൺ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ നമ്മൾ ആ മേഖലയിൽ വലിയൊരു റിസ്ക്കാണ് നമ്മളെടുത്തത്. പ്രത്യേകിച്ചും ഈ ഗ്രോസറി പോലുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോൾ അത് കംപ്ലൈൻറ്റ് ഇല്ലാതെ സമയത്ത് ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഘട്ടം വെച്ചിട്ടൊക്കെയാണ് അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിലൂടെ തന്നെ കൂടുതലായിട്ട് പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് ചെയ്യപ്പെട്ടു, കൂടുതൽ പ്രൊഡക്റ്റുകൾ നിൽക്കുന്ന സമയത്ത് വീണ്ടും മാനേജ്മെൻറ്റിൻ്റെ ഇടയിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. വെൻഡേഴ്സിന് അന്നേരം പേയ്മെൻറ്റ് പോവാതെ ഇരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ നേരത്തെയുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്കുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്റ്റുകൾ വരാൻ ലേറ്റായി. ആ പ്രൊഡക്റ്റുകൾ വരാൻ ലേറ്റായത് പലയിടത്തും സ്റ്റോറുകൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിലും അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയെ മറികടന്നുകൊണ്ടാണ് ബോബി സാർ ഒരു തീരുമാനം എടുത്തത്. അദ്ദേഹം പറഞ്ഞ തീരുമാനം അത്രയേ ഉള്ളൂ, ഫിജിക്കാട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പാർട്ട്നേഴ്സുമായിട്ട് ഇരുന്നുള്ള ഡിസ്കഷനിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു നിലപാട് ഇതാണ്, ഫിജിക്കാട്ട് മുന്നോട്ട് പോകണം. നിങ്ങളിത് ഏറ്റെടുത്ത് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുത്ത് ചെയ്യാം. 2 പാർട്ട്നേഴ്സിനോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അനീസ് സാറിനോടും ജോലി സാറിനോടും പറഞ്ഞതാണ്, നിങ്ങൾക്കിത് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനുണ്ടാകില്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത് ചെയ്യും. പക്ഷേ എനിക്ക് പാർട്ട്നേഴ്സിനെ വേണ്ട. ഞാൻ ഏറ്റെടുത്ത് ചെയ്താൽ എനിക്ക് പാർട്ട്നേഴ്സിനെ വേണ്ട എന്നുള്ളൊരു നിലപാട് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അത് പ്രോപ്പർലി അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം കൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന വെൻഡേഴ്സിനൊക്കെ പേയ്മെൻറ്റ് പെൻഡിങ് എന്നുള്ളതുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും അത് കൊടുത്തു തീർക്കുകയും ലീഡേഴ്സുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത് കൊടുത്തു തീർക്കുകയും സ്റ്റോറുകളെ റിസ്ക് ഫാക്ടേഴ്സിനെ മാക്സിമം കുറച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കുകയൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു സമയം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു 98%, 100% തീർക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർക്കാനുള്ള സമയം ആയിട്ടില്ല. പക്ഷേ ഏറ്റവും വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 98% നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധി എന്ന് വെച്ചാൽ നേരത്തെ മാനേജ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതിസന്ധി പോലും ഒരു 98% പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് ഈ 2% എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാനുണ്ട്. അത് പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വേറെ ചില ചെറിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമേ അതുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ പരമാവധി എടുത്തതിൻ്റെ ഭാഗമാണ് എനിക്ക് ഈ പെൻഡിങ് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ടീമുകൾക്ക് കൃത്യമായിട്ട് ഗൂഗിൾ ഫോം ഒക്കെ കൊടുത്തിട്ട് ടീമിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും തരണമെന്ന് എല്ലാ ടീമുകൾക്കും കൊടുത്ത് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തുള്ള പെൻഡിങ്ങുകളെ പരിഹരിക്കാൻ വേണ്ടുന്ന സ്റ്റെപ്പ് എടുത്തു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്റ്റോറുകൾ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാത്തത് കൊണ്ട്, അത് വാലിഡേഷൻ പ്രോപ്പർ അല്ലാതിരുന്നത് കൊണ്ട് എടുത്തുകൊണ്ട് പോയവരുടേത് അവിടെ പിന്നെ വാലിഡേറ്റ് ചെയ്തിട്ടില്ല, എടുത്ത് കൊണ്ടുപോകാത്തവരുടെ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതുണ്ട്. അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇപ്പോൾ 4 പ്രൊഡക്റ്റ് ഒരു ഐഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. 4 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയി സ്റ്റോറുകാരൻ അതിൻ്റെ പൂർണ്ണമായിട്ടും പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വാലിഡേറ്റ് ചെയ്താലേ അയാൾക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. അയാൾ എന്ത് ചെയ്തു, സിസ്റ്റത്തിൽ ആ ഐഡിയിലുള്ളത് പൂർണ്ണമായിട്ടും വാലിഡേറ്റ് ചെയ്തതായിട്ട് കാണിച്ചു. നമ്മളിവിടെ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ എന്തേ കാണുള്ളൂ, ആ കസ്റ്റമർ പൂർണ്ണമായിട്ടും പ്രൊഡക്റ്റ് എടുത്തു. യഥാർത്ഥത്തിൽ അയാൾക്ക് പൂർണ്ണമായിട്ടും പ്രൊഡക്റ്റ് കിട്ടിയോ, കിട്ടിയിട്ടില്ല. അയാൾക്ക് ചിലപ്പോൾ 10 പ്രൊഡക്റ്റിൽ 6 പ്രൊഡക്റ്റ് കിട്ടി, 4 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് അവരെവിടെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഡയറിയിൽ എഴുതി വെച്ചു. ഈ ഡയറിയിൽ എഴുതി വെച്ചത് നമുക്ക് ഡാറ്റ കിട്ടിയാലല്ലേ നമുക്കിത് വാങ്ങാൻ പറ്റൂ. ഈ ഡാറ്റ നമുക്ക് തരാതെ നമുക്കിത് എങ്ങനെ വാങ്ങാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തത്, സ്റ്റോറുകാരുടെ അടുത്ത് ഡയറിയിൽ എഴുതി വെച്ചാലും വേണ്ടില്ല, വേറെ പുസ്തകങ്ങളിലോ പേപ്പറിലോ എവിടെ എഴുതി വെച്ചതാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് തരണമെന്ന് പറഞ്ഞ് സ്റ്റോറുകളുടെ അടുത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് എടുത്തു. സ്റ്റോറുകാരുടെ അടുത്തു നിന്നുള്ള പെൻഡിങ് റിപ്പോർട്ടും ടീമിൻ്റെ അടുത്തു നിന്നുള്ള പെൻഡിങ് റിപ്പോർട്ടും ഇവാലുവേറ്റ് ചെയ്ത് ആർക്കൊക്കെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യപ്പെടണം, എത്ര ക്വാണ്ടിറ്റി ഡെലിവറി ചെയ്യപ്പെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പർച്ചേസിങ് നടത്തി പഴയ പെൻഡിങ് അടക്കമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്പ് എടുത്തു.
അത് എല്ലാ ടീമുകൾക്കും ലീഡേഴ്സിനും ഒക്കെ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തു. ടീമുകളിൽ നിന്ന് അവരത് എടുത്തു പോകണം എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്തു. അതിന് വേണ്ടുന്ന സ്റ്റെപ്പുകൾ എടുത്തു. അപ്പോൾ പഴയ പെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് ആരും തന്നെ നമ്മുടെ അടുത്ത് പരാതിപ്പെടുന്ന ഒരു തരത്തിൽ ഉള്ള പെൻഡിങ് ഇല്ല. ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിരിക്കണം. അതിൻ്റെ അകത്ത് വേറെ ഒരു കോംപ്രമൈസ് ഇല്ല. പ്രൊഡക്റ്റ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കണം. ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ പണം വാങ്ങുന്നത് നമ്മളൊരു ഫണ്ട് സ്കീം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല ആരുടെ അടുത്തു നിന്നും ഫിജിക്കാർട്ട് പണം വാങ്ങുന്നത്. ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഫിജിക്കാർട്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വീകരിച്ച എമൗണ്ടിന് അതിൻ്റെ പ്രൊഡക്റ്റ് കൊടുത്തേ പറ്റൂ. അതിൻ്റെ അകത്തൊരു കോംപ്രമൈസ് ഇല്ല, അതിൻ്റെ അകത്തൊരു എക്സ്ക്യൂസ് ഇല്ല. അത് ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പരിധിയിലായി കൊണ്ടുവന്ന് റൂൾ ഡിക്ലെയർ ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമായിരുന്നു. ഗൈഡ് ലൈൻ 2016 ഒരു ഗൈഡ് ലൈൻ ഉണ്ടായി. ആ ഗൈഡ് ലൈനിൻ്റെ പുറത്ത് 2018 സ്റ്റേറ്റ് വൈസ് ഗൈഡ് ലൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഈ ഗൈഡ് ലൈനിൻ്റെ പുറത്തുള്ള ഫംഗ്ഷനായിരുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2021 ഡിസംബർ 28 സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ മുകളിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു പ്രത്യേക നിയമം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റൂൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ റൂളിൽ ചില അപൂർണതകളുണ്ട്. ചില ക്ലോസസ് അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ യൂണിയനുകളുടെയും രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഈ വിവിധ കമ്പനികൾ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് 2022 ഏപ്രിൽ മാസത്തിൽ അത് സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സ് റിസീവ് ചെയ്തിട്ട് അഡീഷണൽ നോട്ടിഫിക്കേഷനോട് കൂടി ആ റൂളിനെ ഫൈനൽ ചെയ്തു. ഇതിന് ശേഷം ഏതാണ്ട് 5-6 മാസങ്ങൾ എടുത്തിട്ടാണ് കേരള ഗവൺമെൻറ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിനെ സംബന്ധിച്ച് ഡിക്ലറേഷൻ നടത്തുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ കൃത്യമായിട്ടുള്ള ഒരു റൂള് വന്നിട്ട് ഇപ്പോൾ അതിന് മാത്രം സമയമായിട്ടില്ല. ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. 1 വർഷം പോലും ആയിട്ടില്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്ത് ഈ ഏപ്രിലിന് ശേഷമുള്ള ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് കേരള ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ 1 വർഷം പോലും ആയിട്ടില്ല കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഈ മേഖലയിൽ വന്നിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ അവിടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഫിജിക്കാർട്ടും എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടാവും. ആ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിയേ പറ്റൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഓരോ പാക്കേജുകളും നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ക്ലീനിങ് പ്രൊഡക്റ്റുകളുടെ പാക്കേജ് ഒരു വർത്തായിട്ടുള്ള ഒരു പാക്കേജായിട്ട് ഫീൽ ചെയ്യും കൊടുക്കുന്ന തുകയ്ക്ക്. അതേസമയത്ത് ചില പാക്കേജുകളുണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു ആശങ്കയൊക്കെ തോന്നുന്ന പാക്കേജുകൾ നമ്മളുടെ കൂടെ ഉണ്ട് അല്ലേ. പല പ്രൊഡക്റ്റുകളോട് തോന്നുമ്പോൾ ഇതിന് ഇത്രയൊക്കെ വില കൊടുക്കേണ്ടി വന്നോ എന്നുള്ള ഒരു രീതിയിൽ തോന്നുന്ന പ്രൊഡക്റ്റുകളും ഉണ്ട്. പക്ഷേ അതിലൊക്കെയുള്ള റിവിഷൻ നമുക്ക് കൊണ്ടുവരും. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾ, ടെക്സ്റ്റൈൽ പാക്കുകളിലൊക്കെ നമുക്ക് പ്രൈസ് റിവൈസ് ചെയ്തേ മതിയാവും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ ഞാനിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഈ കേരള ഗവൺമെൻറ് കൺസ്യൂമർ അഫയേഴ്സിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള ചില കൺസേൺസ് ഉണ്ട്. നമ്മുടെ ചില പ്രൊഡക്റ്റുകളിലുള്ള എക്സോർബിറ്റൻ്റ് പ്രൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടണം, മാറ്റപ്പെടണം എന്നുള്ളതിൻ്റെതുണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ പ്രൈസിങ്ങിൽ ചില പാക്കുകളിലൊക്കെ മാറ്റം വരുത്തണം. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് നമുക്ക് റിവൈസ് ചെയ്യണം. അതിനനുസരിച്ചുള്ള കുറച്ച് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനുണ്ട്. ടീഷർട്ടിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പ്രൈസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വിലയിലൊക്കെ മാറ്റം വരുത്തി കുറച്ചും കൂടി ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തി ഒക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രൊഡക്റ്റുകളെയാണ് ഞാൻ ഇനി അങ്ങോട്ട് നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്നത്. ഒന്ന്, ക്ലീനിങ് പ്രൊഡക്റ്റുകളിലുള്ള പാക്കേജുകൾ പോലെ തന്നെ പേഴ്സണൽ കെയറിൽ സോപ്പും പേസ്റ്റും തുടങ്ങിയിട്ടുള്ള പാക്കേജുകൾ തുടങ്ങി കിച്ചൺ പ്രൊഡക്റ്റുകളുടേത്, അതേപോലെ തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളുടേത്, ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളുടേത്, കോസ്മെറ്റിക് പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലുള്ള പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രൊഡക്റ്റുകളെ നമ്മളൊരു 5 SV പാക്കുകളായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടെ അടുത്തു നിന്ന് നമ്മളൊരു തുക വാങ്ങുമ്പോൾ ആ തുകയ്ക്ക് ഏകദേശം അതിനോടൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്കത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകളും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഒരു 50 SV പാക്ക് അല്ലെങ്കിൽ ഒരു 25 SV പാക്ക് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 5 SV 5 പാക്കുകളാണ് അതിൻ്റെ അകത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ 5 പാക്കുകൾ എടുത്ത് നോക്കുമ്പോഴും അവർക്ക് എന്തായി, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അവർക്ക് കിട്ടി എന്നുള്ളത് വരും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു സൈഡ് മോറൽ എന്ന് പറയുന്ന ഒരു സൈഡ് ഓക്കെ ആവും, ധാർമ്മികമാണ് ബിസിനസ് എന്നുള്ള രീതിയിൽ.
രണ്ടാമത്തെ സൈഡ് ഇത് ലീഗലാവുക എന്നുള്ളതിൻ്റെത് അത് നമ്മൾ ഉറപ്പ് വരുത്തിയേ മതിയാവും. മൂന്നാമത്തെ സൈഡ് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതുമാണ്. നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ട് പ്രവർത്തിക്കണം, ലാഭകരമായിട്ട്. ധാർമ്മികവുമാണ് നിയമപരവുമാണ് എന്നതുകൊണ്ട് മാത്രം എല്ലാവരും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല, അത് ലാഭകരവുമാവണം. അപ്പോൾ ലാഭകരമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു പാക്കേജ് വാങ്ങി അതോടുകൂടിയിട്ട് അയാളുടെ റോൾ അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഒരാളെയും ഒഴിവാക്കപ്പെടുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. അവിടെ നമ്മളൊരു 5 പാക്കുകൾ വാങ്ങിയിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകളിലൂടെയാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ, അടുത്ത ആഴ്ച മുതൽ അവർക്ക് ഉപയോഗപ്രദമാകുന്ന മറ്റ് പ്രൊഡക്റ്റുകൾ കൂടി വാങ്ങുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ വാങ്ങി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ തീരുന്നതോടുകൂടി വീണ്ടും എന്ത് ചെയ്യും? ആളുകൾ വീണ്ടും വാങ്ങും. ആ വാങ്ങലുകളിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ID, മിനിമം ജോയിനിങ്ങിൽ വന്നിട്ടുള്ള ID ആണെങ്കിൽ പോലും ഒരു ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അത് 100 SVയിലേക്ക് 100 SVക്ക് പുറത്തേക്കും അത് മാറും. ഇപ്പോൾ തുടരെ വാങ്ങിക്കൊണ്ടു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടീം സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ആക്റ്റീവ് ആവുകയും അതിൻ്റെ അകത്ത് മുഴുവനും മുകളിലേക്കുള്ള ആളുകൾക്കൊക്കെ ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള ചെറിയ ഇൻകം കിട്ടുമ്പോൾ എല്ലാവരും ലൈവ് ആവും, എല്ലാവരും ആക്റ്റീവ് ആവും. ഇവിടെ ചിലപ്പോൾ പല ലീഡേഴ്സും വന്നിട്ട് ചോദിക്കാറുണ്ട്, എവിടുന്നാണെന്ന് അറിയില്ല, ഒരു 900 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, എവിടുന്നാണെന്ന് അറിയില്ല. ആള് പോയിട്ട് ടീമിൽ കാര്യമായി ഇൻവോൾവ് ചെയ്ത് കിട്ടുന്ന 9,000-ഓ 10,000-ഓ അല്ലെങ്കിൽ 20,000-ഓ രൂപയേക്കാൾ വില ആൾക്ക് ഇതിന് പ്രാധാന്യം കാണുന്നു എന്നുള്ളതാണ്. എവിടെയോ ആരൊക്കെയോ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 900 രൂപ കിട്ടി എന്നുള്ള രീതിയിലേക്ക്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ടീമിനെ എന്തിനാണ് ബിൽഡ് ചെയ്യുന്നതെന്നുണ്ട്. ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ എല്ലാ കാലവും ആ ടീമിൻ്റെ കൂടെ ഇങ്ങനെ എപ്പോഴും ഓരോരുത്തരെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി വർക്ക് കൊടുത്ത് ബിൽഡ് ചെയ്യുന്നതിന് മാത്രമല്ല ഡയറക്റ്റ് സെല്ലിങ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ആളുടെ അടുത്ത് നമ്മൾ ബിസിനസ് സംസാരിക്കുമ്പോൾ അത് അയാളെ നമ്മളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ആൻഡ് ഇമിറ്റേറ്റബിൾ എന്നുള്ളതാണ്. ഏറ്റവും ആളുകൾക്ക് സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവർക്കത് അനുകരിച്ച് പ്രവർത്തിക്കാനും പറ്റണം. നിങ്ങൾ ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളൊരാൾക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോയി, അതിനൊരു ലീഡർ ഉണ്ടായിരുന്നു, ആ ലീഡർ വന്നിട്ടാണ് പ്രസൻറ്റേഷൻ നടത്തിയത്. രണ്ടാമത്തെ ഫോളോ അപ്പിന് പോയി, അതിനും ആ ലീഡറെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഫോളോ അപ്പിൽ അദ്ദേഹം ജോയിൻ ചെയ്തില്ല, അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ആ 2 ദിവസം കഴിഞ്ഞ് വരാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ലീഡറെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴും ആൾ പറഞ്ഞു ആളുടെ അടുത്ത് ക്യാഷ് ഇതായിട്ടില്ല, ഒന്നുകിൽ ക്യാഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആൾ പറയുന്നു എന്നാൽ ഇന്ന് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾ പറയും എനിക്കൊരാളെ കാണാനുണ്ട്, സാറ് വേണം. അദ്ദേഹത്തിന് പ്രസൻറ്റേഷൻ കൊടുത്ത ലീഡർ തന്നെ ആളുടെ കസ്റ്റമേഴ്സിനെ കാണാനും പോകണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെടും. ഒരു ലീഡർക്ക് എത്ര പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും ഒരു ദിവസം? അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ലിമിറ്റിനപ്പുറം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സിമ്പിളായിട്ട് ഒരു ഷൈൻ ആൻഡ് വിൻ പാക്ക്, അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആൻഡ് വിൻ പാക്ക്, അല്ലെങ്കിൽ ഒരു കുക്ക് വെയർ പാക്ക്, ഇങ്ങനെയുള്ള ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിലൂടെ ഈ ബിസിനസ്സിലേക്ക് വരാൻ ഒരു 25 SPയിലാണെങ്കിലും ഈ ബിസിനസ്സിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ആൾ സ്വന്തമായിട്ടും ചിലപ്പോൾ ചില ആളുകളുടെ അടുത്ത് പോയിട്ട് ബിസിനസ് പറയും. അപ്പോൾ സ്പോൺസർഷിപ്പ് കൂടും. ഇപ്പോൾ മിനിമം ബിസിനസ്സുകളിലൂടെയൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യണം. സ്വന്തമായിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ഉള്ള പ്രസൻറ്റേഷനിലൂടെ പോകുമ്പോഴും ഒരാളുടെ അടുത്ത് പോയിട്ട് ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബോധ്യം കൊണ്ടായിരിക്കണം നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അയാളെ മിനിമം ബിസിനസ്സിൽ കൊണ്ടുവരാൻ കഴിയണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് ഏത് വ്യക്തിയെ കൊണ്ടുവന്നാലും രണ്ടാമത്തെ ആഴ്ച മുതൽ അവരെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങാൻ പ്രേരിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ, അത് പേസ്റ്റോ സോപ്പോ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണെങ്കിലും മിനിമം പർച്ചേസ് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതൊരു കൾച്ചർ ഉണ്ടാക്കാനാണ്, ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കാനാണ് അത് വാങ്ങിപ്പിക്കുന്നത്. ആ ശീലം തുടർന്നു പോയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറും. മൂന്നാമത്തെ സ്റ്റെപ്പ് മാക്സിമം ആളുകളെ സ്പോൺസർ ചെയ്യണം. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ പലർക്കും പറയുന്ന ഒരിതുണ്ട്, ജനറേഷൻ പ്ലാനിനെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കാറുണ്ടോ? ഇല്ല. ജനറേഷൻ ഇൻകത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഇതുമില്ല. അത് ചില പ്രധാനപ്പെട്ട ലീഡേഴ്സിന് പോലും കിട്ടുന്ന
ഇൻകം എന്ന് പറയുന്നത് ഒരു മിനിമം ഇൻകത്തിലായിരിക്കും ചിലപ്പോൾ അവിടെയൊക്കെ പോവുക. ഈ പ്ലാൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ ഒരു SDM റാങ്ക് തൊട്ട് STM കഴിഞ്ഞ് SDM റാങ്കിന് ശേഷം തൊട്ട് നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം കിട്ടാൻ പോകുന്ന തരത്തിലേക്ക് ഇത് മാറും. ആ രീതിയിലേക്ക് നമ്മുടെ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാനുള്ളതാണ്, അല്ലാതെ ഒന്നും എടുത്തു വെക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയണം. എല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ സെയിലിൻ്റെ സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം വരും. സെയിലിൻ്റെ സ്ട്രാറ്റജി മാറുന്നതിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ രീതി അനുസരിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എല്ലാ തരത്തിലുള്ള ആളുകളും നമ്മളുടെ കൂടെയുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകൾ, അത് സ്കൂൾ വിദ്യാഭ്യാസം, ബേസിക് സ്കൂൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ, സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവർ, കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവർ, അതിനുശേഷം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, വീട്ടമ്മമാർ, പ്രായഭേദമന്യുള്ള ഒരുപാട് ആളുകളുണ്ട്. ഗവൺമെൻറ് സർവീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗസറ്റഡ് റാങ്കിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. സൊസൈറ്റിയിലെ ഹയസ്റ്റ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അഡ്വക്കേറ്റ്സും അടങ്ങുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മറ്റെവിടെ ഒന്നും പഠിക്കാൻ പറ്റില്ല. മറ്റ് എവിടെയൊക്കെ പോയി നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം എല്ലാം ഉള്ള ആളുകൾ, എല്ലാ മേഖലയിലുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും കാണേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മുടെ കൂടെയാണ്, നമ്മൾ അവരുടെ കൂടെയാണെന്നുള്ള ഫീൽ ഉണ്ടാക്കണം. ഒരിക്കലും ഒരാളുടെയും താഴെയല്ല, കീഴിലല്ല, അടിയിലല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ഫീൽ ഉണ്ടാക്കണം. താഴെയാണ് വന്നത്, കീഴിലാണ് വന്നത്, അടിയിലാണ് വന്നത് എന്നുള്ളൊരു വേർഡ് ടീമിൽ ഉപയോഗിക്കരുത്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഒരു ഫീലിൽ എടുക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഷറുഖേ ഫോട്ടോല്ല വീഡിയോയിലുള്ള കംപ്ലീറ്റ് അരമണിയാണ് അവിടെ നിന്ന് നല്ലൊരു ഫോട്ടോ എടുക്കേ. അതാകുമ്പോൾ വേഗം അവരെ കൊണ്ട് മെയിലാക്കിയിട്ടും ചെയ്യും, ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നതാണ് നോക്കാം. അവർ പറഞ്ഞ ശീലം വർക്ക് എടുക്കാൻ പക്ഷെ ഭയങ്കര താല്പര്യം, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. അതിനിലൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാൻ എല്ലാത്തിനും 100-ൻ്റെ 50-ൻ്റെ ഞാൻ പറയുന്ന എനിക്കറിയില്ല. 50-ൻ്റെ രണ്ടായിരം 100-ൻ്റെ തന്നെ വേണമല്ലോ. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഒരു നിങ്ങളുടെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടേക്ക് വരുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പീരിയൻസ് വരുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിച്ച് സക്സസ് ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറണം. നമ്മുടെ ബിസിനസ്സിൻ്റെ രീതി നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു എല്ലാ ബിസിനസ്സിലും ഉള്ള ഒരു ഗ്രാഫുണ്ട്. എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു ഗ്രോത്ത് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ട്രെൻഡിൻ്റെ സമയമുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും ലീഡേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം, ഏത് ബിസിനസ്സിൻ്റെയും ഗ്രാഫിൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നൊരു ട്രെൻഡിൻ്റെ സമയം, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന റിയലൈസേഷൻ്റെ സമയം, മൂന്നാമത്തേത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്ന സ്റ്റേബിളായിട്ടുള്ള ഗ്രോത്ത്, കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ തൊട്ടുള്ള ഗ്രോത്ത്. അതെല്ലാ മേഖലയിലുണ്ട്. അത് സ്വർണ്ണ ബിസിനസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ബിസിനസ് ആയിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും അതുണ്ട്. ഇനി നിങ്ങളൊരു തൊഴിൽ ചെയ്യാൻ, ആ തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ പോലും അതിൻ്റെ അകത്ത് ഈ 3 ഘട്ടങ്ങളുണ്ട്. കാരണം ആദ്യമായിട്ട് ജോലി കിട്ടുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ഒരു ആവേശമുണ്ട്.
അതൊരു ട്രെൻഡിൻ്റെ ഭാഗം. ആ ആവേശത്തിൽ ആ ജോലി അങ്ങോട്ട് ചെയ്യുമ്പോഴാണ് ചില പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വരിക. ചില കാര്യങ്ങൾ ആളുടെ കഴിവിനപ്പുറം ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ള തിരിച്ചറിവൊക്കെ വരുന്നൊരു ഘട്ടമുണ്ട് അല്ലേ. അപ്പോൾ ആ ഘട്ടം എന്ന് പറയുന്നത് റിയലൈസേഷനാണ്. അവിടെ തൊട്ട് അയാൾ റിയലൈസ് ചെയ്യും, ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് സക്സസ് ആവാൻ പറ്റുമെന്ന്. ആ റിയലൈസേഷൻ പീരീഡ് കഴിഞ്ഞ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടാണ് അദ്ദേഹം ആ മേഖലയിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറുക. അപ്പം മൂന്നാമത്തെ ഘട്ടം അദ്ദേഹത്തിന് വന്നു. ഇത് നിങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് എടുത്ത് നോക്കിയോ. ഒരു ടെക്സ്റ്റൈൽ ഒരു സ്ഥലത്ത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് അയാൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അവിടേക്ക് എല്ലാവരും വന്നപ്പോൾ അവിടുത്തെ ട്രെൻഡ് വേറെ ചില അവരേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേറെ ചില ആളുകൾ ഇത് ശ്രദ്ധിച്ചു. അവർ ഈ തുടങ്ങിയ ടെക്സ്റ്റൈലിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് വേറൊരു ടെക്സ്റ്റൈൽ അതിനേക്കാൾ വലുതൊരെണ്ണം തുടങ്ങി. അപ്പോൾ ഈ ആദ്യം തുടങ്ങിയ സ്ഥലത്തേക്ക് വന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, കൂടുതൽ ആളുകൾ ആ രണ്ടാമത് തുടങ്ങിയിടത്തേക്ക് പോയി. അവരതിന് ട്രെൻഡ് മനസ്സിലാക്കി തുടങ്ങി. അവിടെ അപ്പോൾ ട്രെൻഡ് ഇതാണ്, ആ ട്രെൻഡിൻ്റെ പുറകെയാണ് ആളുകൾ പോയത് എന്ന് ആദ്യത്തെ കടക്കാരൻ മനസ്സിലാക്കിയില്ല എങ്കിൽ, അയാൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തിയില്ല എങ്കിൽ അയാൾ അതോടുകൂടി വീഴും ഇല്ലേ, അയാൾ അതോടുകൂടി തീരും. അയാൾക്ക് അത് പിന്നെ തുടർന്നു പോകാൻ പറ്റത്തില്ല. ട്രെൻഡ് മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് അതിന് വേണ്ട സ്റ്റെപ്പ് എടുത്താൽ അയാളിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അയാളിലേക്കും ബിസിനസ് വരും, അയാൾക്ക് നിലനിൽക്കാൻ പറ്റും. അത് റിയലൈസേഷൻ പീരീഡാണ്. ആ റിയലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ തൊട്ട് അയാൾ ചെയ്യുന്നതാണ് അയാളുടെ സ്റ്റേബിൾ ഗ്രോത്ത്. ഫിജിക്കായിട്ട് കമ്പനിയെ സംബന്ധിച്ചും ഇതുണ്ട്. കമ്പനിയെ സംബന്ധിച്ചും ഇത് വന്ന സമയത്ത് നമ്മളൊരു ട്രെൻഡാണെന്ന് മനസ്സിലാക്കി ട്രെൻഡിൻ്റെ പുറകെ പോയി. ആ ട്രെൻഡിൽ ചെയ്ത കാര്യങ്ങൾ പലതും ഞാൻ ആ സമയത്ത് ഞാൻ അനീസാൻ്റെ അടുത്തൊക്കെ സംസാരിക്കാറുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചിലത് നമുക്ക് അങ്ങനെ പോയാൽ ശരിയാവില്ല, പണിയാവും എന്ന് തോന്നരുതില്ലേ. നമ്മൾ പറയില്ലേ പണി കിട്ടും, ഇത് വെറുതെ ജോലി കിട്ടും എന്നല്ല, വേറൊരു പണി കിട്ടും. അപ്പോൾ അങ്ങനെ പണി കിട്ടും എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തെ ട്രെൻഡ് അതായതുകൊണ്ട് എല്ലാവരും അത് ആവശ്യപ്പെടുന്നു, എല്ലാവരും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തുടർന്ന് പോയ കാര്യങ്ങൾ പലതും നമുക്ക് എന്തായിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് നമ്മൾ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ തിരുത്തി കഴിയുമ്പോൾ അവിടുന്ന് തൊട്ട് തുടങ്ങുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്റ്റേബിൾ ഗ്രോത്ത്. ഇനി നിങ്ങൾ ടീമിൻ്റെ കാര്യം എടുത്ത് നോക്കിയോ. ടീമിൻ്റെ കാര്യം എടുത്താലും തുടക്കത്തിൽ നിങ്ങൾ ബിസിനസ്സിൽ വന്ന ഒരു ആവേശം കൊണ്ട് അന്നേരം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ആ ആവേശം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തിടത്തൊക്കെ അതൊരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും. ആ ട്രെൻഡ് കഴിയുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒന്നിങ്ങനെ വലിയാൻ തുടങ്ങും. നമ്മൾ വിചാരിച്ച സ്പീഡ് പോകുന്നില്ല, നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കും ഇതെന്താ ഇത് പോകാത്തത്. അവിടെ പോകാത്തത് മനസ്സിലാക്കുന്ന സമയം തൊട്ട് ആണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അവയർനെസ്, നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുക, നിങ്ങളുടെ അറിവ് പ്രവർത്തിക്കാൻ തുടങ്ങുക, നിങ്ങളുടെ ചിന്ത പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇതൊക്കെ എപ്പോഴായിരിക്കും, ഈ പ്രശ്നം എന്നുള്ളിടത്ത് തുടങ്ങിയിട്ടാണ്. ഏത് വ്യക്തിയുടെ സക്സസിൻ്റെ പിന്നിലും ഒരു പ്രതിസന്ധിയുടെ ഘട്ടം കടന്നാൽ മാത്രമേ അയാൾ സക്സസ് ആവുള്ളൂ. അയാളുടെ ജീവിതത്തിൽ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾ സക്സസ് അല്ല. അയാൾ വേറെന്തൊക്കെയോ ആസ്വദിച്ച് ഇങ്ങനെ ജീവിച്ച് പോകാനുള്ളത് എന്തോ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നോ അവിടെ തൊട്ട് അത് തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. അവിടെ തൊട്ട് അയാളുടെ സക്സസ് ആരംഭിക്കും. അയാൾ അത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഘട്ടം ആ ഈസിയാണ് എന്ന് തോന്നുന്നത് ട്രെൻഡും അത്ര ഈസി അല്ല എന്ന് തോന്നുന്നിടത്ത് റിയലൈസേഷനും വരും. അവിടെ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് നോക്കിക്കോ. അവിടെ തൊട്ട് തുടങ്ങുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്ട്രോങ് ആയ സ്റ്റേബിൾ ആയിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെടുന്നത് ആളുകൾ അതുകൊണ്ടാണ്. നിങ്ങൾ ഏത് വ്യക്തിയെ നിങ്ങളെടുത്ത് നോക്കിക്കോ, ആദ്യത്തെ കുറച്ച് റാങ്കുകൾ ഒരു DSM റാങ്ക് വരെയൊക്കെ എത്താൻ കുറച്ച് നല്ല കഷ്ടപ്പാടുണ്ട്. അത്ര ഈസി ആയിട്ട് പൈസ കിട്ടുന്നുണ്ടോ? ഈസി ആയിട്ട് കിട്ടുമോ? ഇവിടെ കിട്ടില്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട് അതുവരെ. അത് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ടീമുകളിലുള്ള ആളുകൾ നിങ്ങളെക്കാൾ കഴിവുള്ള ആളുകളും നിങ്ങളെക്കാൾ ആവശ്യക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അവരുടെ എഫേർട്ടും ഒക്കെ കൂടെ വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനപ്പുറമുള്ള റിസൾട്ട് ഇതിൻ്റെ അകത്ത് കിട്ടും. റിസൾട്ട് കിട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് പല ആളുകൾക്കും ചിലപ്പോൾ അർഹതപ്പെടാത്ത പൈസ കിട്ടുന്നത് പോലെ ചിലപ്പോൾ ഫീൽ ചെയ്യും. പണം ഇഷ്ടംപോലെ
കിട്ടുമ്പോൾ പൈസ ഇങ്ങനെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതിനിപ്പോൾ നമ്മൾ പണിയെടുത്തില്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ തോന്നിപ്പോയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, അത് ലീഡർഷിപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ പലപ്പോഴും ട്രെയിനിങ്ങുകൾ നടത്തുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത്, ട്രെയിനിങ്ങുകളിൽ പോലും ഇത് ആളുകളെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് മാനേജ്മെൻറ്റ് പഠിക്കണം, പണം ഇഷ്ടംപോലെ വരുന്നത് കൊണ്ട് മണി മാനേജ്മെൻറ്റ് പഠിക്കണം, പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. അതേപോലെ തന്നെ സമയം, ഓരോ വ്യക്തികളുടെ അടുത്ത് നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, പോവേണ്ട സമയം, നിങ്ങളുടെ ടീമിനെ കാണേണ്ട സമയം, ടീമുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിൻ്റെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ടീം മെമ്പേഴ്സും നിങ്ങൾക്ക് വില തരുള്ളൂ. സമയം കീപ്പ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് വില തരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കീപ്പ് ചെയ്യാൻ പഠിക്കണം. അതേപോലെ തന്നെ ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഫിസിക്കായിട്ട് ചെയ്യാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തിനാ ഫിസിക്കായിട്ട് ചെയ്തത്? പിന്നെ മക്കളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ സാമ്പത്തികം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നം പരിഹരിക്കാനാണ് ഫിസിക്കായിട്ട് ചെയ്തത്. ആരൊക്കെ ഫിസിക്കായിട്ട് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ പ്രശ്നങ്ങളുണ്ട്, അവരുടെ പ്രശ്നം പരിഹരിക്കാം. നമ്മൾ ഈ ഫിസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ സ്റ്റാർട്ട് ചെയ്ത ആളെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരുടെ പ്രശ്നമാണ് അറിയാം? അല്ലേ? സ്വന്തം പ്രശ്നമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതിനപ്പുറമുള്ള വേറെ പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഫിസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ വേറെ ആളുകളെ കൊണ്ടുവന്നാലല്ലേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ വേറെ ആളുകളോട് പോയി പറയണം. അത് ചിലപ്പോൾ ബന്ധുക്കളാവാം, ചിലപ്പോൾ സഹപാഠികളാവാം, സഹപ്രവർത്തകരാവാം, പരിചയക്കാരാവാം, സുഹൃത്തുക്കളാവാം, ആരോ ആവട്ടെ. അവരോട് പോയി പറയണം. അവരിത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അവരുടെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ലെഫ്റ്റും കുറച്ച് ആളുകൾ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? മൊത്തം കുറച്ച് പ്രശ്നക്കാരായിരിക്കും അല്ലേ? മൊത്തം കുറച്ച് പ്രശ്നക്കാരാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഓരോ ദിവസവും കൈകാര്യം ചെയ്തു പോകുന്ന രീതിക്കനുസരിച്ചാണ് അവരുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് പ്രതിസന്ധികളും പ്രശ്നവും ഉണ്ടാകും. അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ നമ്മൾ ഭയങ്കര ദേഷ്യക്കാരനാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ദേഷ്യം വിചാരിക്കും അല്ല, അപ്പോൾ നമ്മളെങ്ങനെ വിചാരിക്കുക, നല്ല ദേഷ്യക്കാരൻ, എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരും എന്നുള്ള രീതിയാണ് വിചാരിക്കുക. ലെഫ്റ്റും റൈറ്റും കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ നിങ്ങളെക്കാൾ ദേഷ്യമുള്ള ആളാണെന്ന് വിചാരിക്കും. എന്തായിരിക്കും ആ ടീമിൻ്റെ അവസ്ഥ? അതെ, നല്ല രസമായിരിക്കും. കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കിട്ടിയതേ ആ അമ്മയോട് ഉണ്ടായിരിക്കണേ. അപ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? പ്രശ്നക്കാരാണ് മൊത്തം. അതെ, അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ളതും കൂടെ വരുന്ന സമയത്ത് ഇത് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എങ്കിൽ അതോടുകൂടി അത് തീരും. പല ആളുകളുടെ വിചാരം, ഞാനിതിൽ ജോയിൻ ചെയ്തു, 2 പേരെ കൊണ്ടുവന്നു, അതോടുകൂടി എൻ്റെ പരിപാടി പണി തീർന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പണി തീർന്നു അല്ലേ? 2 പേരെ ലെഫ്റ്റും റൈറ്റും കൊണ്ടുവന്ന് പണി തീർന്നു എന്ന് വിചാരിച്ചിരുന്നാൽ അതോടുകൂടി നമ്മുടെ പണി തീർന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കുറച്ച് വർഷം മുമ്പ്, ഒരു 2 വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു, V1 എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ കൊണ്ടുവന്നത്. കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൊണ്ടുവന്നത്. ആ V1 ക്യാമ്പയിൻ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നതും അതിൻ്റെ അകത്തുള്ള പ്രധാനമായിട്ട് ഒരു 4 C's ആണ് നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഒന്ന്, കെയർ. ടീമിനെ നിങ്ങൾ കെയർ ചെയ്യണം, ടീം അംഗങ്ങളെ കെയർ ചെയ്യണം. അപ്പം നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു ചില ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കെയർ കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വരുന്നത്. വീട്ടിലാണെങ്കിലും ചില വീടുകളിൽ പ്രശ്നങ്ങൾക്ക് കാരണം എന്താ? കെയർ ചെയ്യുന്നില്ല, പരസ്പരം കെയർ ചെയ്യുന്നില്ല. അത് കുട്ടികളെ കെയർ ചെയ്യാത്താവാം,
ഹസ്ബൻഡ് വൈഫിനെ കെയർ ചെയ്യാത്താവും, വൈഫ് ഹസ്ബൻഡിനെ കെയർ ചെയ്യാത്താവും, എന്തെങ്കിലും കെയർ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കെയറിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ ടീമിൽ വന്നിരിക്കുന്ന ഇടത് സൈഡിലോ വലത് സൈഡിലോ എ ബിസിനസ് സെൻറ്ററിലോ ബി ബിസിനസ് സെൻറ്ററിലോ വന്നിരിക്കുന്ന ആളെ നാളെയോ മറ്റന്നാളോ 2 ദിവസം കൂടുമ്പോഴോ മാറ്റാൻ പറ്റില്ല. അവരിലൂടെയാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവരെ അല്ലെങ്കിൽ അവരിലൂടെ വരുന്ന ടീമിനെ, അവരിലൂടെ വരുന്ന ബിസിനസ്സിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം. ടൈമിൻ്റെ റിമൈൻഡർ തന്നു, അപ്പോൾ 11:30 എനിക്ക് വേണ്ട പ്രോഗ്രാമാണ്. അപ്പോൾ കെയർ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരിതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളതിന് ടീമുകൾക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. പാലിക്കാൻ പറ്റാത്ത വാക്ക് കൊടുക്കരുത്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് കൊടുത്താൽ പാലിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കണം. വെറുവാക്ക് പറഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് കൊണ്ടുവരുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, കൊണ്ടുവരുന്ന ആളുകളോട് നിങ്ങൾ പറയുമ്പോൾ അറിയുന്ന കാര്യം പറയുക, അറിയാത്ത കാര്യം പറയരുത്. ഒരാളെ തെറ്റിദ്ധരിപ്പിക്കരുത്, മിസ്ലീഡ് ചെയ്യരുത്. അറിയില്ലെങ്കിൽ അറിയില്ല, ഓക്കെ, അത് നമുക്ക് ഇന്ന ആളോട് ചോദിച്ചിട്ട്, ഇപ്പോൾ അസൈന സാറിനുണ്ട്, നമുക്ക് അസൈന സാറിനോട് ചോദിക്കാം, എനിക്ക് അതിൻ്റെ അകത്തൊരു ഡൗട്ടുണ്ട്, അതിൻ്റെ ഒന്ന് ക്ലാരിറ്റി വരുത്തണം, നിങ്ങൾക്ക് അങ്ങനെ പറയാം. എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറോട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ച് അത് ക്ലാരിറ്റി വരുത്തിയിട്ട് പറയാമെന്ന് പറയാം. അതല്ലാതെ തെറ്റായ വിവരം കൊടുത്താൽ നാളെ ആ വ്യക്തി ശരിയായ വിവരം മറ്റെവിടെ നിന്നെങ്കിലും കേട്ടാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഈ ബിസിനസ്സിൽ വരാൻ കാരണം. ആ ബന്ധം അതോട് കൂടിയിട്ട് ഒരു അകലം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നൊരു വരുത്തരുത്. കൃത്യമായിട്ടുള്ള രീതിയിൽ ബിസിനസ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അവിടെ കമ്മിറ്റ്മെൻറ്റ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ പറ്റണം. കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യപ്പെടാനും പറയാനുള്ളത് പറയാനും, അത് ടീം ലീഡേഴ്സ് ആണെങ്കിലും ടീം മെമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടല്ലാതെ ഒരഭിപ്രായമായിട്ട് അത് മാറാറില്ല. അഭിപ്രായം വരാതെ ഒരിക്കലും ഒരു കാര്യത്തിലും തീരുമാനമാവാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയാനുള്ള ഒരു രീതി കാണിക്കണം. കമ്മ്യൂണിക്കേഷൻ ഇന്ന് വിളിക്കേണ്ടതാണെങ്കിൽ ഇന്ന് വിളിക്കണം, അത് എയർ ഫ്രഷ്നറാണ്, ശബ്ദമില്ല. അപ്പോൾ അതിങ്ങനെ പരസ്പരം പറയാൻ സാധിക്കണം, പരസ്പരം അത് ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ. ഇതൊക്കെ നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിൽ പോകരുത്. പറഞ്ഞു കഴിഞ്ഞിട്ട് തിരുത്താൻ നമുക്ക് പറ്റില്ല, അല്ലേ? ഒരു പഴയ ചൊല്ലുണ്ട്, വാവിട്ട ആയുധവും കൈവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. അത് പഴയ ചൊല്ലല്ലേ? ഞാൻ പറഞ്ഞത് പുതിയത് വാവിട്ട ആയുധവും കൈവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകളെ മുറിപ്പെടുത്തുന്നത് വായിൽ നിന്ന് പോകുന്ന ആയുധം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാവിട്ട ആയുധവും കൈവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ കൺട്രോൾ, കാരണം നമുക്കെപ്പോഴും നമ്മുടെ ടീം മെമ്പേഴ്സ് വേണം. ആ ടീം മെമ്പേഴ്സിലൂടെയാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക. അവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ പരിശീലന പരിപാടികളൊക്കെ കുറേ ഉണ്ട്. ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഹാഫ് ഡേ ട്രെയിനിങ് ഉണ്ടാവും, 1 ഡേ ട്രെയിനിങ് ഉണ്ടാവും, ക്യാമ്പുകളുണ്ടാവും, അതേപോലെ തന്നെ ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും, വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്ന ഒരു വ്യക്തിയെ ഒരു ചേഞ്ച് ഉണ്ടാക്കി തരുന്നത്. പക്ഷേ പല ആളുകളും ചിലപ്പോൾ ഒരു 2 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ ബിസിനസ് വന്നതിൻ്റെ ശേഷമായിരിക്കും ഒരു ഹാളിലോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ പോലും നിന്ന് സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. അതൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. അതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന് സാധ്യമായത് മറ്റൊരു മനുഷ്യന് സാധ്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളത് സ്വയം നിങ്ങളെ റിയലൈസ് ചെയ്യുകയും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ഏത് വ്യക്തിക്കും ഇത് സാധ്യമാവുള്ളൂ. ഏത് വ്യക്തി ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ ചാൻസും കൂടെ ഉണ്ട്. എന്തൊക്കെ നമുക്ക് തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തിയെടുക്കാൻ പറ്റുന്ന എല്ലാ ചാൻസും ഉണ്ട്. അതിന് പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുണ്ട്. അത് എത്രത്തോളം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ സമയത്ത് ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിൻ്റാവും. ഇപ്പം ഞാൻ ഇത്രയും സമയം ഇരുന്ന് സംസാരിച്ചെങ്കിലും ചിലപ്പോൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോയിൻ്റേ സ്വാധീനിക്കുകയുള്ളൂ. പക്ഷേ ഏത് വ്യക്തിയെ ഏത് പോയിൻ്റാണ് സ്വാധീനിച്ചത് എന്നുള്ളത് ഇവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് മാത്രമേ
പറയാൻ പറ്റുള്ളൂ. ആ സ്വാധീനിക്കുന്ന കാര്യം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്താൽ ആ ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ട്രെയിനർ വന്ന് ട്രെയിനിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം 50 പോയിന്റ് പറഞ്ഞാൽ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത് 5 പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ 50 പോയിന്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു 10 പ്രോഗ്രാമോ അല്ലെങ്കിൽ 15 പ്രോഗ്രാമോ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അയാൾക്ക് കിട്ടുന്ന ഒരു ലെവലിലേക്ക് വരിക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രാമുകളിലൊക്കെ ഇരിക്കുമ്പോൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം ഒരു ഹിൻ്റായിട്ട് മാറും. ഒരു സ്പാർക്ക് മാത്രമായിരിക്കും അത്. ഷോർട്ട് പെൻസിൽ ഈസ് ബെറ്റർ ദാൻ എ ലോങ് മെമ്മറി എന്ന് പറയും. ചെറിയൊരു പെൻസിലിന് വലിയ ഓർമ്മയേക്കാൾ ശക്തിയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയെടുത്താൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിന് ആദ്യം വേണ്ടത് ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ഹോംവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത് ബേസിക്കായിട്ട് ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് വരുന്ന എല്ലാവർക്കും അവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കണം. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും, പിന്നെ ഈ 55 വയസ്സായിട്ട് ഇപ്പോഴാണ് ഹോംവർക്ക്, ആയ കാലത്ത് പഠിക്കുന്ന കാലത്ത് 15 വയസ്സിന് മുമ്പ് നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഫീലൊക്കെ ഉണ്ടാവും. പക്ഷേ രണ്ടും 2 പരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതും ഇതെല്ലാം ശ്രദ്ധിച്ചതും ഒക്കെ മാർക്കിന് വേണ്ടിയായിരുന്നുവെങ്കിൽ അത് ആ പരീക്ഷയായിരുന്നു. ഇത് ജീവിതത്തിൻ്റെ പരീക്ഷയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലം കഴിഞ്ഞ് വേറൊരു സ്ഥലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല മേഖലകളിലൂടെ പല രീതികളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജീവിതത്തിൻ്റെ പരീക്ഷയായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്വായത്തമാക്കുന്ന അറിവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഹോംവർക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ടീമിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, കൊടുക്കാൻ പറ്റുന്ന ഹോംവർക്ക് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ കാര്യങ്ങൾ അത് പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ് വന്ന ഒരാൾ ആദ്യം ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, അത് സോർട്ട് ചെയ്യുന്നത്, അത് ആരുടെ അടുത്ത് ആദ്യം പോയി കാണണം എന്നുള്ളത്, അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്, എങ്ങനെ സംസാരിച്ച് തുടങ്ങണം, ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് പോലും ഉണ്ടാക്കുന്നത് നല്ലതാണ്. സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഇന്ന് വരെ ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏത് വ്യക്തിയോട് നോക്കിയോ അവർക്കൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പ്ലാനിങ് വേണം. ഇനി നിങ്ങളുടെ ഒക്കെ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം എൻ്റെ അടക്കം ഞാൻ മനസ്സിലാക്കിയ, ഞാൻ ബോധ്യപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നടപ്പാക്കലുമാണ് നമ്മുടെ ലൈഫ്. ആണോ അല്ലേ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഓക്കെ, ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്നലെ രാവിലെ എപ്പോഴോ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വയറുവേദന, അലസലായ വയറുവേദന, പോരാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? തീരുമാനം മാറ്റും അല്ലേ? തീരുമാനം അതിനനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത തീരുമാനമാണ്, അതിൻ്റെ നടപ്പാക്കലാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫ്, ഇന്നത്തെ നിങ്ങളുടെ ജീവിതം. ഇന്നലെ എടുത്തതല്ല. ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് രാവിലെയും അത് തീരുമാനമാക്കിയിട്ടുണ്ട് എങ്കിൽ, അത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ലൈഫ്. അതല്ലെങ്കിൽ അത് മാറും. അപ്പോൾ തീരുമാനമെടുക്കലും നടപ്പാക്കലുമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇക്കാര്യത്തിലും നിങ്ങൾ തീരുമാനമെടുക്കാതെ ഇതിനകത്ത് ഒരാൾക്കും നിങ്ങളെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങളിലൂടെ അല്ലാതെ ഒരാൾക്കും നിങ്ങളെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവിടെ വേണ്ടത് ആർക്ക് എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫിജിക്കാർഡിനെ സംബന്ധിച്ച് ഫിജിക്കാർഡ് ഒരു വലിയ വിഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എപ്പോഴും പറയാറുള്ള ഒരു ഇതുണ്ട്, അനീഷ് സാറിനെ പോലെ ജോളി സാറിനെ പോലുള്ള ഒരാൾ കൂടിയായിരുന്നു ഫിജിക്കാർഡിൻ്റെ പാർട്ട്ണർ എങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഇന്ന് ഫിജിക്കാർഡിൻ്റെ അല്ല.